ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകരക്ഷിതാവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ആമുഖത്തിൽ പറഞ്ഞതുപോലെ കഥാപാത്ര പഠനത്തിൻ്റെ ആവശ്യകത എന്താണ്? ശിംശോൻ്റെ ജീവിതം നമുക്ക് എന്തെങ്കിലും പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ടോ? മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു നേർചിത്രമല്ലേ ശിംശോൻ നൽകുന്നത്? മറ്റുള്ളവരിൽ നിന്ന് നാം വ്യത്യസ്തരാണ്, നാം ആത്മീയരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും പ്രവർത്തനവും അവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നാം. അതിൽ നാം അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നമ്മിൽ ചില ശിംശോന്മാർ ജീവിക്കുന്നു എന്ന സത്യം നാം ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ബോധപൂർവം നാം അതിനെ അവഗണിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ശിംശോനെ നാം പോറ്റി വളർത്തുന്നു. അവൻ ചിലപ്പോൾ മയങ്ങിയും ഉറങ്ങിയും കിടക്കുകയായിരിക്കും. അവൻ ഉണർന്നാൽ, അല്ലെങ്കിൽ അവനെ ഉണർത്തിയാൽ അവൻ്റെ തനി സ്വഭാവം പുറത്തു വരും. ശിംശോനെ ഭരിച്ച പ്രബലമായ സ്വഭാവവിശേഷമായിരുന്നു അവൻ്റെ സ്വേച്ഛ. തൻ്റെ ജീവിതത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ തനിക്കുണ്ടായ പ്രശ്നങ്ങളുടെ എല്ലാം ഉറവിടം സ്വേച്ഛയാണെന്ന് കാണാം. സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും കഴിവിലുമുള്ള അമിത വിശ്വാസം തന്നെ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് നയിച്ചു. ഞാൻ എന്ന ഭാവം സതുപദേശം സ്വീകരിക്കുന്നതിൽ നിന്ന് തന്നെ അകറ്റി നിർത്തി ഒറ്റപ്പെട്ട ഏകാന്ത പതികനാക്കി. നമ്മുടെ ജീവിതത്തിലും ഈ അപകടകരമായ അവസ്ഥ സംഭവിക്കാം. നമ്മുടെ സ്വയത്തെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടി അധികാരം, പദവി, ബഹുമാനം, ധനം ഇവയുടെയൊക്കെ പിന്നാലെ നാം പരക്കം പായാറില്ലേ? അതിനുവേണ്ടി ഏത് കുൽസിത മാർഗവും നാം സ്വീകരിക്കാറില്ലേ? ശിംശോൻ്റെ കാലഘട്ടമല്ല ഇന്നത്തേത്. എന്നാൽ ശിംശോൻ അന്ന് ചെയ്തതും നാം ഇന്ന് ചെയ്യുന്നതും സ്വയത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ശിംശോനെക്കുറിച്ച് നാം ബോധവാന്മാരല്ല. മനസ്സിലായാൽ തന്നെ അവനെ നശിപ്പിച്ചു കളയുവാൻ നാം ശ്രമിക്കുന്നില്ല. സ്വയത്തിൻ്റെ വേറൊരു പ്രതിഫലനമാണ് ആത്മപ്രശംസ. പ്രാർത്ഥിക്കുവാൻ പോയ പരീശനെ പോലെ തൻ്റെ ഉദാരമനസ്കതയെക്കുറിച്ചും നീതിപ്രവർത്തികളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നു. അതിലും അപകടകരമാണ് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണണം എന്ന പ്രമാണം പരീശൻ ലംഘിക്കുന്നു. തന്മൂലം തൻ്റെ പ്രാർത്ഥന വെറും ജൽപ്പനമായി അധപ്പതിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ദുഷ്പ്രവണത ഉണ്ടായിട്ടില്ലയോ? പലപ്പോഴും മറ്റുള്ളവരുടെ ആത്മീയത അളക്കുന്ന അളവുകോൽ നാം കയ്യിലെടുക്കാറില്ലേ? താൻ ഫെലിസ്ത്യരേക്കാൾ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവുകൊണ്ടും മികച്ചവനാണെന്ന ചിന്താഗതി ശിംശോനുണ്ടായിരുന്നു. ഈ ചിന്താഗതി തന്നെ അപകടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. സ്വയത്തിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ആത്മീയ അഹങ്കാരം. ദൈവം ശിംശോനെ അനുഗ്രഹിച്ച് പ്രബലനാക്കി. ആ ദൈവിക ശക്തി എന്തിനും ഏതിനും ദുരുപയോഗം ചെയ്യുക എന്ന പ്രവണത തന്നിലുണ്ടായി. നാം നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശ്രേഷ്ഠതയിൽ അഭിമാനം കൊള്ളാറുണ്ട്. അത് പലപ്പോഴും അഹങ്കാരമായി മാറുന്നു. നാം അവകാശപ്പെടുന്ന ഈ ആത്മീയ ഔന്നത്യം സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? നമ്മിൽ നിന്ന് കേൾക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്തരുണത്തിൽ അപ്പോസ്തലനായ പൗലോസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പ്രസ്താവ്യമാണ്. തടവുകാരനായ പൗലോസിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കുവാൻ ഫെലിക്സ് ആഗ്രഹിച്ചു. ആ തടവുകാരൻ്റെ വ്യക്തിത്വം അത്ര ശ്രേഷ്ഠമായിരുന്നു. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ സഭയുടെ ഔന്നത്യം കാണിക്കുവാൻ രാഷ്ട്രീയക്കാരെയും സമുദായ ആചാര്യന്മാരെയും നാം ക്ഷണിക്കുന്നു. അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നു. അവർ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് വള്ളിപുള്ളി വിടാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്നത് അവരുടെ പ്രസ്താവന മൂലമാണെന്ന മട്ടിൽ. ഫെലിസ്ത്യർ ശിംശോനോട് കാണിച്ച ചതിയും വഞ്ചനയും മനസ്സിലാക്കുവാൻ അവൻ്റെ അകക്കണ്ണ് പ്രകാശിച്ചില്ല. ലോകത്തിൻ്റെ ചതിയും വഞ്ചനയും നാം അതുപോലെ വിവേചിച്ചറിയുന്നില്ല. ശിംശോൻ്റെ ജീവിതത്തിൻ്റെ പരാജയം അവൻ്റെ ജഡാഭിലാഷമായിരുന്നു. അതവൻ്റെ അന്ത്യത്തിന് വഴിയൊരുക്കി. 2 തിമോഥെയോസ് 2:22 ഇപ്രകാരം പറയുന്നു: യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. അനേകം യുവാക്കൾ യൗവനമോഹങ്ങൾക്ക് അടിമപ്പെട്ട് തങ്ങളുടെ ജീവിതം പാഴാക്കുന്നു. ശുശ്രൂഷയുടെ മുഖത്തുണ്ടായിരുന്ന പല വീരന്മാരും ഈ കല്ലിൽ തട്ടി വീഴുവാനിടയായിട്ടുണ്ട്. നമ്മിൽ ജീവിക്കുന്ന ശിംശോന്മാരെ പാടെ നമുക്ക് തൂത്തറിയാം.
ഈ പഠനം അവസാനിപ്പിക്കുന്നത് മാർക്ക് അറ്റബറി എന്ന എഴുത്തുകാരൻ ശിംശോനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഉദ്ധരണിയോടെയാണ്. ഈവൻ ഇഫ് ഹി ഡസ് ഷോ അപ്പ് ഇൻ ഹീബ്രൂസ് 11, Samson's life is still a study of missed opportunities. Perhaps no one in the entire Bible did so little with so much. അതായത് എബ്രായർ 11 വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ കാണാമെങ്കിലും ശിംശോന്റെ ജീവിതം നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. വേദപുസ്തകം പരിശോധിച്ചാൽ ഇത്രയധികം അവസരങ്ങൾ കൊണ്ട് ഇത്ര കുറച്ച് മാത്രം പ്രവർത്തിച്ച ഒരു വേദപുസ്തക കഥാപാത്രത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ദൈവം നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാം. നമ്മിൽ മറഞ്ഞു കിടക്കുന്ന ശിംശോന്മാരെ നമുക്ക് നശിപ്പിക്കാം. ശിംശോനെക്കുറിച്ചുള്ള പഠനം ഉപസംഹരിക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഔന്നത്യത്തിലേക്ക് നടത്തുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.